പശ്ചിമ ബംഗാളിൽ അക്രമ രാഷ്ട്രീയത്തിനെതിരെ കടുത്ത നടപടി തുടർന്ന് സുവേന്ദു അധികാരി സർക്കാർ. തൃണമൂൽ നേതാവിന്റെ വീട്ടിൽ നിന്ന് ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും പിടിച്ചെടുത്തു. സൗത്ത് 24 പർഗാനസിലെ TMC നേതാവ് ജബേദ് ഷെയ്ഖിന്റെ വസതിയിൽ പോലീസ് നടത്തിയ റെയ്ഡിലാണ് ആയുധങ്ങൾ പിടികൂടിയത്. TS ആദർശ് ചേരുന്നു വാർത്തയുടെ വിവരങ്ങളുമായി. ആദർശ്, സൗത്ത് 24 പർഗാനസിലെ TMC നേതാവിന്റെ വീട്ടിൽ നിന്നാണല്ലോ വലിയ ആയുധ ശേഖരം പിടിച്ചെടുത്തിരിക്കുന്നത്. പോലീസ് നടപടി എങ്ങനെ തുടരുന്നു? രോഹിണി, നേരത്തെ തന്നെ സർക്കാർ വ്യക്തമാക്കിയത് അക്രമ രാഷ്ട്രീയം വെച്ചുപൊറുപ്പിക്കില്ലെന്നാണ്. പശ്ചിമ ബംഗാളിൽ സുവേന്ദു അധികാരി സർക്കാർ അധികാരമേറ്റതിന് പിന്നാലെ അവിടെ ജനാധിപത്യം പുലരുകയാണെന്നാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള BJP നേതാക്കൾ പറഞ്ഞത്. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ അക്രമ രാഷ്ട്രീയത്തിലും ഗുണ്ടായുസത്തിലുമൊക്കെ ഏർപ്പെട്ടിരുന്നവർക്കെതിരെ ശക്തമായ നടപടിയുമായി പോലീസ് രംഗത്തിറങ്ങിയത്. പോലീസിന്റെ ഭാഗത്ത് നിന്നും വലിയ പരിശോധനയാണ് ഇത്തരത്തിൽ നടക്കുന്നത്. ഇതിൽ പലപ്പോഴും പിടികൂടപ്പെടുന്നത് തൃണമൂൽ കോൺഗ്രസ് നേതാക്കളാണ് എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. കാരണം തൃണമൂൽ കോൺഗ്രസ് ഗുണ്ടായിസവും അക്രമ രാഷ്ട്രീയവുമായാണ് പശ്ചിമ ബംഗാളിനെ അടക്കി വാണത് എന്നുള്ള വിവരങ്ങൾ തന്നെയാണ് ഇത്തരം റെയ്ഡുകളിൽ നിന്ന് പുറത്തുവരുന്നത്. സൗത്ത് 24 പർഗനാസ് ജില്ലയിലെ പ്രമുഖ തൃണമൂൽ കോൺഗ്രസ് നേതാവ് ജാബേദ് ഷെയ്ഖിന്റെ വസതിയിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ അവിടെ നിന്നും ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും പിടികൂടുകയായിരുന്നു. നേരത്തെ തന്നെ പല കേസുകളിലും ഈ ജാബേദ് ഷെയ്ഖ് ഉൾപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ പല അക്രമങ്ങളും നടന്നിരുന്നു എന്നുള്ള പരാതി നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് ഉയരുകയും ചെയ്തിരുന്നു. എന്നാൽ അന്നൊക്കെ പോലീസ് ഈ ജാബേദ് ഷെയ്ഖിനെ സംരക്ഷിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചത്. ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നും കടുത്ത നടപടികൾ ഉണ്ടായിരിക്കുന്നു. അത് സർക്കാരിന്റെ ഭാഗത്തു നിന്നും കർശന നിർദ്ദേശം പോലീസ് ഉദ്യോഗസ്ഥർക്ക് നൽകിയതിന്റെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള കർശനമായ നടപടികൾ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. എന്തായാലും തൃണമൂൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രാദേശിക നേതാക്കളടക്കം പലരും ഈ രീതിയിൽ പോലീസിന്റെ പിടിയിലാകുന്നത് ആ പാർട്ടിയെയും വലിയ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. കാരണം അഴിമതി കേസുകൾ, ഒപ്പം തന്നെ അക്രമ രാഷ്ട്രീയം, കൊലപാതകം, തട്ടിക്കൊണ്ടുപോകൽ അടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തിയാണ് തൃണമൂലിന്റെ പ്രാദേശിക നേതാക്കൾ അടക്കമുള്ളവരെ പോലീസ് പിടികൂടുന്നത്. പല പ്രാദേശിക നേതാക്കളുടെയും വീടുകളിൽ നടത്തുന്ന പരിശോധനയിൽ ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും മറ്റും പിടികൂടുന്നുണ്ട്. നേരത്തെ ഒരു തൃണമൂൽ കോൺഗ്രസ് നേതാവിൻ്റെ പുരയിടത്തിൽ കുഴിച്ചിട്ട നിലയിൽ തോക്കുകളടക്കമുള്ള ആയുധങ്ങൾ കണ്ടെടുക്കുകയും ചെയ്തിരുന്നു. ഈ പിടികൂടിയ ആയുധങ്ങളുമായി ബന്ധപ്പെട്ട് ഇത് ഏതെങ്കിലും അക്രമ പ്രവർത്തനത്തിന് ഉപയോഗിച്ചതാണോ, അതുമല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അക്രമ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടി സംഘടിപ്പിച്ചതാണോ എന്നത് സംബന്ധിച്ചുള്ള വിശദമായ അന്വേഷണം നടത്തുമെന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. രോഹിണി, ശരി, TS ആദർശാണ് വിവരങ്ങൾ നൽകിയത്.